ഗോവിന്ദ മാഷാണ് ശരി, ഒരു സംശയവും വേണ്ട. മുഹമ്മദ് ഫർമാനെ വ്യാജ പോക്സോ കേസിൽ കുടുക്കാൻ തീവ്ര ഹിന്ദുത്വവാദികൾ ശ്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്ന ഗോവിന്ദ മാഷ്, സഖാവ് എ റഹീം, CPM പാർട്ടിയുടെ ഇവരെടുക്കുന്ന നിലപാടാണ് ശരി. CPM-നെ എന്നും ആശയപരമായി എതിർക്കുന്ന വ്യക്തിയാണ് ഞാൻ. കഴിഞ്ഞ 20 വർഷമായി CPM-കാരോടും കമ്മ്യൂണിസ്റ്റ് ആശയധാരയോടും പൊരുതി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്നും അങ്ങനെയാണ്, ഇന്നലെ അങ്ങനെയായിരുന്നു, നാളെയും അങ്ങനെയായിരിക്കും. പക്ഷേ നന്മയുടെ മലയാളിയുടെ നിലപാടെടുക്കുന്നത് ഗോവിന്ദ മാഷാണ്. 100 കാര്യങ്ങളിൽ ഗോവിന്ദ മാഷിനോട് അഭിപ്രായ വ്യത്യാസം കാണാം. പക്ഷേ മുഹമ്മദ് ഫർമാനെ കള്ള പോക്സോ കേസിൽ കൊടുക്കുന്ന, ഒരു പാവപ്പെട്ട മുസ്ലിം യുവാവിന്റെ ജീവിതം തകർക്കുന്ന, ഒരു പാവപ്പെട്ട ഹിന്ദു പെൺകുട്ടിയുടെ ജീവിതം തകർക്കാൻ തീവ്ര ഹിന്ദുത്വവാദികൾ കള്ള പ്രചരണവും വ്യാജ രേഖകളുമായി ഇറങ്ങുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടത് ഓരോ മലയാളിയുടെയും ഇന്ത്യക്കാരന്റെയും ഉത്തരവാദിത്തമാണ്. അവർക്ക് അനുകൂലമായ തെളിവുകളും കൂടി ഞാൻ കൊടുക്കുകയാണ്. ആ രേഖകൾ നിങ്ങളെ കാണിക്കാം. ഇവരുടെ വ്യക്തി ഡീറ്റെയിൽസ് ആയതുകൊണ്ട് ഒരു പരിധിക്കപ്പുറം ക്ലിയർ ആയി കാണിക്കാൻ കഴിയില്ല. ഞാൻ യൂറോപ്പിലെ ഡ്രൈവേഴ്സിന് വേണ്ടി ചെയ്ത ഒരു നമ്മുടെ വീഡിയോ ഈ പേഴ്സണൽ ഡീറ്റെയിൽസ് കാണിക്കുന്നു എന്ന കാര്യം കൊണ്ട് യൂട്യൂബ് സ്ട്രൈക്ക് ഓഫ് ചെയ്തു. അതുകൊണ്ട് ഇവരുടെ രേഖകളും മറ്റും ഞാനൊന്ന് കാണിച്ചു പോകാം, നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാകും. കൂടുതൽ വേണ്ടവരെന്നെ ബന്ധപ്പെട്ടാൽ ഞാൻ തരികയും ചെയ്യാം. ഗോവിന്ദ മാഷാണ് ഈ വിഷയത്തിൽ ശരി. ഗോവിന്ദ മാഷിന് ഒരു വലിയ സല്യൂട്ട്. ശ്രീ ഗോവിന്ദ മാഷിനെ പോലെ, ശ്രീ എ റഹീമിനെ പോലെ ആക്റ്റീവായി അവിടെ പോയി നിന്ന് അവരുടെ കല്യാണം നടത്തുകയും അവരെ സംരക്ഷിക്കുകയും വേണം. ഈ തീവ്ര ഹിന്ദുത്വവാദികൾക്ക് ഹിന്ദുവിനോടോ മുസ്ലിമിനോടോ ഒരു ഇഷ്ടവും കാര്യവും ഇല്ല. പരസ്പരം നമ്മളെ തമ്മി തല്ലിക്കാൻ വ്യാജ പോക്സോ ഉപയോഗിച്ച് പ്രൊപ്പഗാൻഡ ഉണ്ടാക്കുകയാണ് ഇവർ. നമുക്ക് അതിന്റെ യഥാർത്ഥ തെളിവുകളും കാണാം. മോണോലിസയ്ക്ക് 18 വയസ്സായോ ഇല്ലയോ എന്നുള്ളതാണ് യഥാർത്ഥത്തിലെ ചോദ്യം. 18 വയസ്സായി എന്ന് തെളിയിക്കുന്ന ആധാർ കാർഡ് അടക്കമുള്ള ഇലക്ഷൻ രേഖകൾ. എന്തായാലും 18 വയസ്സാകാതെ മധ്യപ്രദേശിലെ വോട്ടേഴ്സ് ഹെൽപ്പ് ലൈൻ നിങ്ങൾക്ക് ഇതൊന്ന് കാണാൻ ജസ്റ്റ് ഗ്ലിംസ് കാണിച്ചു പോകുന്നേ ഉള്ളൂ. വേണമെങ്കിൽ നിങ്ങൾ പോസ് ചെയ്ത് കണ്ടോളൂ. ഇല്ലെങ്കിൽ ഈ ഡീറ്റെയിൽസ് കാണിക്കുമ്പോൾ ഒരു പക്ഷേ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയതുകൊണ്ട് അത് എന്താ പറയണേ, അത് ഇതാവും, പ്രശ്നമാവും. അതുകൊണ്ട് ഇതാണ് ഇത്, നിങ്ങൾ പോസ് അടിച്ച് കണ്ടോളൂ. ഇതിൽ മോണോലിസയ്ക്ക് 18 വയസ്സായി. വോട്ടർ ID ZNM2068526. മോണോലിസ ഭോസ്ലെ, ഏജ് 18, ജെൻഡർ ഫീമെയിൽ, സീരിയൽ നമ്പർ 681, പാർട്ട് നമ്പർ 74, ഡിസ്ട്രിക്ട് ഖർഗോൺ, മധ്യപ്രദേശ്. 18 വയസ്സാകാതെ ഈ കുട്ടിക്ക് എങ്ങനെയാ ഇലക്ഷൻ ID കിട്ടുന്നത്? 2, മോണോലിസയുടെ പഴയ ആധാർ കാർഡ്, ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത ആധാർ കാർഡ്. അതിലും ജനുവരി 1, 2008 എന്ന് തന്നെയാണ് ഡേറ്റ് വെച്ചിരിക്കുന്നത്, അതിന്റെ പുറകുഭാഗം. ഇനി മോണോലിസയുടെ പാൻ കാർഡ്, ഇതിലും വെച്ചിരിക്കുന്നത് 1/1/2008 എന്നാണ്. ഇപ്പം കള്ളരേഖയുമായി അവർ പറ്റിക്ക ഇറങ്ങിയിരിക്കുകയാണ്. 2009 ഡിസംബർ 30 ജനിച്ചതെന്ന് പറഞ്ഞു. ഇത് മോണോലിസയുടെ പുതിയ ആധാർ കാർഡ്, അതിലും 2008 തന്നെയാണ് ഡേറ്റ്. അതിന്റെ ബാക്ക് വശം കള്ളത്തരത്തിൽ വ്യാജരേഖ ഉണ്ടാക്കി ലവ് ജിഹാദിന്റെ പച്ച കള്ളം പറയാൻ ഒരു ഹിന്ദു പെൺകുട്ടിയുടെയും മുസ്ലിം യുവാവിന്റെയും ജീവിതം തകർക്കാൻ ശ്രമിക്കുന്ന ഈ മധ്യപ്രദേശിലെ ഫ്രോഡ് പരാതിക്കാരുണ്ടല്ലോ, അവർക്കെതിരെ കേരള പോലീസ് ആക്ഷൻ എടുക്കുകയും അവരെ വ്യാജരേഖ നിർമ്മിച്ചതിന് അറസ്റ്റ് ചെയ്യുകയും ജയിലിലിടുകയും ചെയ്യണം. അതാണ് യഥാർത്ഥത്തിൽ കേരളം ചെയ്യേണ്ടത്. ആലോചിച്ച് നോക്കുക, ആരെങ്കിലും കുട്ടിയും കുടുംബമായിട്ട് ജീവിക്കുന്നവരൊന്നും ഇഷ്ടമല്ല. അതാണ് അതിന്റെ യഥാർത്ഥത്തിലെ പ്രശ്നം. അതായത് ഇവർക്ക് ബാക്കി ആരെങ്കിലും നന്നാവുന്നതോ ബാക്കി ആരെങ്കിലും ജീവിക്കുന്നതോ കാണുന്ന ഇഷ്ടമല്ല. ഇത് മോണോലിസ ഭോസ്ലെയുടെ പഴയ റേഷൻ കാർഡ്, കഴിഞ്ഞ ആ റേഷൻ കാർഡിന്റെ കോപ്പി. ഇത് നിങ്ങൾ കണ്ടിരുന്ന, ഇത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ റേഷൻ കാർഡാണെന്ന്. കഴിഞ്ഞ വർഷത്തെ റേഷൻ കാർഡിൽ 17 വയസ്സ് അപ്പം തന്നെ കാണിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ വർഷത്തെ റേഷൻ കാർഡ് എന്ന് പറയുമ്പോൾ ഈ വർഷം 18 വയസ്സായി. അപ്പൊ എന്തായാലും 16 വയസ്സ് എന്നുള്ള കള്ളം പച്ച കള്ളമാണ്. തീവ്ര ഹിന്ദുത്വവാദികൾ വ്യാജരേഖ ഉണ്ടാക്കി മോണോലിസയെയും ഈ ഫർമാനെയും കുടുക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനെ കേരളം ഒന്നിച്ചു നിന്ന് പ്രതിരോധിക്കണം. അതിനൊരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനായ ഗോവിന്ദ മാഷ് മുമ്പോട്ട് വന്നതിൽ അഭിമാനമാണ്. ഗോവിന്ദ മാഷെ അങ്ങോട്ട് 100 വിഷയങ്ങൾ അദ്ദേഹവും ഞാനും ഒരുമിച്ച് ചാനൽ ചർച്ചയ്ക്ക് ഇരുന്നിട്ടുണ്ട്. അതിശക്തമായി അടികൂടിയിട്ടുണ്ട്, അദ്ദേഹത്തോട് എതിര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തെ ആദരിക്കുന്നു. അദ്ദേഹം, അവിടെ പോയ ശ്രീ എ റഹീം, അവർക്ക് പങ്കെടുത്ത എല്ലാവരും. ആരുടെയെങ്കിലും വ്യക്തി ജീവിതത്തെ ബലി കഴിച്ചുകൊണ്ടല്ല നമ്മൾ രാഷ്ട്രീയം നടത്തേണ്ടത്. ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല. ഗോവിന്ദ മാഷിന് സല്യൂട്ട് തന്നെയാണ്. ആധാർ കാർഡ്, പാൻ കാർഡ്, എലക്ഷൻ രേഖകൾ, ഇനി സർവോപരി നമ്മുടെ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളും ഹൈക്കോടതിയുടെ അനുകൂല നിരീക്ഷണങ്ങൾ. അതായത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൗസർ എടപ്പകം വളരെ പ്രഗത്ഭനായ ജഡ്ജിയാണ്. കൗസർ എടപ്പകത്തിന്റെ ബെഞ്ചിൽ കഴിഞ്ഞ മാസം അവർക്ക് ഇന്ററിം റിലീഫ് കൊടുത്തുകൊണ്ട് കേരള ഹൈക്കോടതി നൽകിയ വിധിയാണ്. ബാർ ആൻഡ് ബെഞ്ചിന്റെ റിപ്പോർട്ടാണ്. അതിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി
ഇത് ഇവർക്കെതിരെ വരുന്ന പരാതി മാർച്ച് 23 തന്നെ അത് അന്നേ ചെറിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് അവർ അന്നേ അപ്രോച്ച് ചെയ്തു. അതിൽ ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. അറസ്റ്റ് തടയുക മാത്രമല്ല, ഏപ്രിൽ 8 അതായത് കഴിഞ്ഞ 3-4 ദിവസം മുമ്പ് മെയ് 20 വരെ തടഞ്ഞുകൊണ്ട് വീണ്ടും പോയിട്ടുണ്ട്. കേരള ഹൈക്കോടതി കൺവിൻസ്ഡ് ആയത് കൊണ്ടാണല്ലോ ഇപ്പോൾ അവർ ഹസ്ബൻഡും വൈഫുമായിട്ട് താമസിക്കുകയാണ്. 18 വയസ്സ് എന്ന് പറഞ്ഞു തന്നെയാണ് കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. ബാർ ആൻഡ് ബെഞ്ചിന്റെ കൃത്യം വാക്ക് വായിക്കാം. ജസ്റ്റിസ് കൗസർ എടപ്പകം അവർക്ക് മാരേജിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഡോക്യുമെന്റ് ഉണ്ട് എന്ന് കോടതി നിരീക്ഷിക്കുകയും ഇവർക്ക് ഹസ്ബൻഡും വൈഫുമായി കഴിയാം എന്ന് പറയുകയും ചെയ്തു. അപ്പൊ ആധാർ കാർഡ്, പാൻ കാർഡ്, ഇലക്ഷൻ ഡോക്യുമെന്റ്സ് ഹൈക്കോടതി ഇവരിലേക്കാണ് ലീൻ ചെയ്യുന്നത്. അന്തിമ വിധി വന്നിട്ടില്ല, ഇവരിലേക്കാണ് ലീൻ ചെയ്യുന്നത്. അപ്പോൾ 2009 ഡിസംബർ 30 മാത്രമാണ് മോണോലിസ ജനിച്ചതെന്ന കള്ളപ്പരാതി ഉണ്ടാക്കിയത് ആരാണ്? ആ കള്ളപ്പരാതിയും വ്യാജ പരാതിയും വ്യാജ രേഖയും ഉണ്ടാക്കിയവനെ പിടിക്കണം. ഈ വിഷയത്തിൽ ഗോവിന്ദ മാഷിനൊപ്പമാണ്. ഗോവിന്ദ മാഷിന് പ്രണാമം ഉറപ്പിക്കുന്നു. ധൈര്യത്തോടെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനാകാം, കോൺഗ്രസ്സുകാരനാകാം, ഏത് പാർട്ടിക്കാരനും ആകാം. പക്ഷേ ഒരു പാവപ്പെട്ട യുവാവിനെ വ്യാജ പോക്സോയിൽ കൊടുക്കാനുള്ള, ഒരു ഹിന്ദു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാനുള്ള ഇത്തരം കുതന്ത്രങ്ങളും വ്യാജ പ്രചരണങ്ങളുമായിട്ട് ഇറങ്ങുന്നവരെ തടയണം. അതിനെ എതിർക്കാനുള്ള ബാധ്യത കേരളത്തിനുണ്ട്. അതിനെ എതിർക്കാനുള്ള ഉത്തരവാദിത്തം കേരളത്തിനുണ്ട്. കാര്യം നമ്മൾ ശ്രീനാരായണ ഗുരുദേവന്റെയും ചട്ടമ്പി സ്വാമിയുടെയും മഹാത്മാ അയ്യങ്കാളിയുടെയും മന്നത്ത് പത്മനാഭന്റെയും ഒക്കെ മണ്ണാണ്. ഈ നാട്ടിൽ മതസൗഹാർദ്ദം നിലനിൽക്കണം. ഒന്ന് ഓർത്തു നോക്കുക, മുസ്ലിം വിരോധം കാരണം ആ ഹിന്ദു പെൺകുട്ടിയുടെയും മുസ്ലിം പയ്യന്റെയും ജീവൻ തകർക്കാൻ വ്യാജ രേഖകൾ വരെ ഉണ്ടാക്കിക്കൊണ്ട് ചിലർ ഇറങ്ങുകയാണ്. അതായത് 4 സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഉണ്ട്. 2 ആധാർ കാർഡ്, പാൻ കാർഡ്, പിന്നെ ഇലക്ഷൻ ID, ഇതൊക്കെ ഇല്ലാതെ എന്നിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് അന്ന് കാണിച്ചിരുന്നു. അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് 2008 ജനുവരി 1 കാണിച്ചിരുന്നു. അന്ന് മുഹമ്മദ് ഫർമാൻ കാണിച്ചിരുന്നു. അപ്പൊ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ചില രേഖകൾ ഉണ്ടാക്കി ചിലർ കളിക്കിറങ്ങുകയാണ്. അവരെ പ്രതിരോധിക്കാനുള്ള ഉത്തരവാദിത്തം നമ്മൾ ഓരോ മലയാളികൾക്കും ഉണ്ട്. അത് മുന്നിൽ നിന്ന് പ്രതിരോധിച്ച ഗോവിന്ദ മാഷിന് സല്യൂട്ട്. ഒരു സംശയവുമില്ല. അത് തന്നെയാണ് നല്ല മനസ്സുള്ള, മതസൗഹാർദ്ദത്തിൽ വിശ്വസിക്കുന്ന, ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരു യുവാവിന്റെയും യുവതിയുടെയും റൈറ്റ് ടു ഗെറ്റ് മാരീഡിൽ വിശ്വസിക്കുന്ന എല്ലാവരും ചെയ്യേണ്ടത്. അതിന് മുൻപന്തിയിൽ നിന്ന ഇവർക്ക് അഭിമാനത്തോടു കൂടി പറയുന്നു. ജയ് ഹിന്ദ്.